നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഇത്രയും കാലം ഈ കർണനെ ഓർമ്മിച്ചില്ല. ഇത്രയും കാലം നീ എന്റെ പുത്രനാണ് എന്ന് എന്റെ മുന്നിൽ വന്ന് പറഞ്ഞില്ല. ലോകത്തിന്റെ മുന്നിൽ ഞാൻ അപമാനിതനായി നിൽക്കുമ്പോഴും അപമാനിതനാകേണ്ടവനല്ല, ക്ഷത്രിയനാണ് നീ എന്ന് എന്നെ സമാധാനിപ്പിച്ചില്ല, ലോകത്തോട് വിളിച്ചു പറഞ്ഞുമില്ല. അങ്ങനെയുള്ള അലയോ മഹാറാണി, ഇപ്പോഴിതാ എന്റെ മുന്നിൽ വന്നു നിന്നിട്ട് പാണ്ഡവപക്ഷത്തേക്ക് നീ വന്നു ചേരണം, നീ കൗന്ദേയനാണ് എന്ന് പറയുന്നു. ഇപ്പോൾ എന്നെ ക്ഷത്രധർമ്മം പഠിപ്പിക്കാൻ വരുന്നു. ക്ഷത്രധർമ്മം പഠിപ്പിക്കേണ്ട അവസരത്തിൽ പഠിപ്പിച്ചില്ല, പഠിക്കാനുള്ള അവസരം പോലും തന്നില്ല, എന്നെ നദിയിൽ ഒഴുക്കി വിട്ടു. ഇപ്പോഴിതാ ക്ഷത്രധർമ്മം എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. നവൈ മമഹിതം പൂർവം മാതൃവച്ചേഷ്ടിതം ത്വയാ. അമ്മ എങ്ങനെയാണോ സന്താനങ്ങളെ വളർത്തുന്നത്, ആ പ്രകാരത്തിലുള്ള വാത്സല്യത്തോടു കൂടിയിട്ട് എന്റെ നേരെ ഇത്രയും കാലവും പെരുമാറിയില്ല. എനിക്ക് ഹിതകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല. അങ്ങനെയുള്ള അല്ലയോ രാജമാതാവേ, ഇപ്പോ എന്റെ മുന്നിൽ വന്നു നിന്നിട്ട് ഇങ്ങനെയെല്ലാം എന്നോട് പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. കേവലാത്മഹിതൈഷിണി, അതെനിക്ക് വേണ്ടിയിട്ടല്ല, എന്റെ ശ്രേയസിന് വേണ്ടിയിട്ടല്ല ഈ ഉപദേശവുമായി പുറപ്പെട്ടിരിക്കുന്നത്. അല്ലയോ രാജമാതാവേ, അങ്ങയുടെ ഇഷ്ടത്തിനു വേണ്ടിയിട്ട്, അങ്ങയുടെ ഹിതത്തിനു വേണ്ടിയിട്ട്, അങ്ങയുടെ നന്മയ്ക്കു വേണ്ടിയിട്ട്, അങ്ങയുടെ പേരിനും പെരുമയ്ക്കും വേണ്ടിയിട്ട്, അങ്ങയുടെ മക്കളുടെ ശ്രേയസിനു വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അവസരത്തിൽ എന്റെ മുന്നിൽ വന്നു നിന്ന് എന്റെ യാഥാർത്ഥ്യം എന്നോട് പറയുന്നതും എന്നെ പാണ്ഡവപക്ഷത്തേക്ക് ലജ്ജ കൂടാതെ കണ്ട് ക്ഷണിക്കുന്നതും. അങ്ങനെ ഞാൻ അത് സ്വീകരിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഒരു കാരണവശാലും ഞാൻ ഈ ക്ഷണം സ്വീകരിക്കുകയില്ല. അങ്ങനെ ഞാനത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഏറ്റവും വലിയ കൃതജ്ഞനായിത്തീരും കർണൻ എന്ന് മാത്രമല്ല, അങ്ങേറ്റം അപമാനിതനായി തീരുകയും ചെയ്യും കർണൻ. ലോകത്തിൽ എല്ലാവർക്കും അർജുനന്റെ യാഥാർത്ഥ്യം അറിയാം. അർജുനൻ ലോകം കണ്ടിട്ടുള്ള വിലാളികളിൽ വെച്ചിട്ട് മഹനീയനാണ് എന്ന് ഏവർക്കും അറിയാം. ആ അർജുനന് തേര് തെളിക്കാൻ കൃഷ്ണൻ കൂടിയുണ്ടെങ്കിലോ അവരെ ലോകം ഭയത്തോടുകൂടി മാത്രമേ കാണുകയുള്ളൂ. കൃഷ്ണേന സഹിതാത് കോ വൈ നവ്യഥേത ധനഞ്ജയാത്. ലോകം അറിയുന്ന, ആദരിക്കുന്ന, ഭയക്കുന്ന വിലാളിയായ ധനഞ്ജയൻ കൃഷ്ണനോടൊപ്പം പടക്കളത്തിൽ ഇറങ്ങി നിന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഏതൊരു വീരനാണ് ഭയന്നു പോകാത്തത്? ലോകം മുഴുവൻ ഭയക്കും. ഇതെല്ലാവർക്കും നിസ്സംശയമായി ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ വരുമ്പോഴേക്കും ആളുകൾ എന്തു പറയും? ഞാൻ ഈ അവസരത്തിൽ പാണ്ഡവപക്ഷത്തേക്ക് പോയാൽ കോദ്യഭീതം നമാം വിദ്യാത് പാർത്ഥാനാം സമിതിം ഗതം. പാർത്ഥന്മാരുടെ രാജസഭയിലേക്ക് അവരുടെ പക്ഷം പിടിച്ചുകൊണ്ട് ഞാൻ അവരോടൊപ്പം ചെന്നു ചേർന്നാൽ ലോകം പറയും ഈ കർണൻ ഭീരുവാണ് എന്ന്. ഇത്രയും കാലം കർണൻ അടിച്ചു നടന്നത് വെറും പൊള്ളത്തരമായിരുന്നു. അയാൾക്ക് തുടക്കം മുതൽ തന്നെ പാണ്ഡവന്മാരോട് ഭയമാണ്.
അർജുനനോട് ഭയമാണ്. ഇപ്പോഴിതാ യുദ്ധം ആസന്നമായിരിക്കുന്നു. അർജുനനോട് കർണൻ യുദ്ധം ചെയ്യേണ്ടി വരും. അത് ചെയ്യാനുള്ള ധൈര്യം കർണനില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കർണൻ ഇതാ അർജുനന്റെ ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നു കൂടിയിരിക്കുന്നു എന്ന് ലോകം എന്നെ അപമാനിക്കും. പണ്ട് സൂതപുത്രൻ എന്ന് പറഞ്ഞ് അപമാനിച്ചു കൊണ്ടിരുന്നു. ഇനി ഭീരു എന്ന് പറഞ്ഞുകൂടി അപമാനിക്കും. അങ്ങനെ എനിക്ക് അപമാനങ്ങളുടെ ഒരു പെരുമഴ തന്നെ ആയിത്തീരും ഞാൻ പാണ്ഡവപക്ഷത്തേക്ക് പോയി കഴിഞ്ഞാൽ. അതൊരിക്കലും സാധ്യമേ അല്ലെന്നറിയുക. ഇത്രയും കാലം ഞാൻ പാണ്ഡവനാണെന്ന് ലോകമൊന്നും അറിഞ്ഞില്ല. ആളുകൾ ചോദിക്കും, ഈ പറയുന്നത് സത്യമാണോ എന്ന്. സത്യമായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ പറയുമായിരുന്നല്ലോ. അതുണ്ടായില്ലല്ലോ. അഭ്രാതാവിദിത പൂർവം യുദ്ധകാലേ പ്രകാശിതഃ. ഇതുവരെ താൻ പാണ്ഡവനാണ് എന്നുള്ളതായ യാഥാർത്ഥ്യം, പാണ്ഡവന്മാരുടെ സഹോദരനാണ് എന്നുള്ളതായ യാഥാർത്ഥ്യം ലോകം അറിഞ്ഞില്ല. അത് വെളിയിൽ ആരും പറഞ്ഞുമില്ല. ഇപ്പോ യുദ്ധത്തിന്റെ സമയമായി കഴിഞ്ഞപ്പോ, അർജുനനോട് ഏറ്റുമുട്ടേണ്ടതായ സന്ദർഭമായി കഴിഞ്ഞപ്പോ അതിതാ വെളിവാക്കിയിരിക്കുന്നു, ഞാൻ പാണ്ഡവനാണേ, ഞാൻ പാണ്ഡവനാണേ എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് പാണ്ഡവാൻ യദി ഗച്ഛാമി, ഞാൻ പാണ്ഡവപക്ഷത്തേക്ക് പോയാലോ, പോയി കഴിഞ്ഞാൽ കിമ്മാം ക്ഷത്രം വധിഷ്യതി, ഈ ലോകത്തിൽ ക്ഷത്രിയന്മാര്, യുദ്ധവീരന്മാര് ആയിരമുണ്ട്. അവര് എന്നെ കുറിച്ച് എന്താ പറയുക? ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഭീരുവാണ് കർണൻ എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കും. അങ്ങനെ ഒരു ദുഷ്പേരിനു കൂടി ഞാൻ പാത്രമായി തീരും. അതിന് ഞാൻ തയ്യാറല്ല. ഇത് കർണന്റെ ഹൃദയത്തിലെ ദർപ്പമാണ്. താൻ ഏറ്റവും വലിയ വില്ലാളി. അങ്ങനെ വില്ലാളിയായ താൻ അർജുനന് കീഴ്പ്പെട്ടു എന്ന് വരുന്നത് അപമാനമാണ് എന്ന് കർണന്റെ മനസ്സ് നിരന്തരമായിട്ട് കർണനോട് പറയുന്നു. താൻ പാണ്ഡവനാണെന്നുള്ളത് സത്യമാണെങ്കിലും അത് ഈ അവസരത്തിൽ ലോകത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിയിട്ട് പാണ്ഡവപക്ഷത്തേക്ക് പോകുന്നത് ഒരിക്കലും ശ്രേയസ്കരമാവില്ല എന്ന്, യുദ്ധവീരനാണ് താൻ എന്നുള്ള ദർപ്പം കർണനെ തടയുന്നു. കർണൻ പറഞ്ഞു, ഇത്രയും കാലം ഞാൻ സുഖമായി ജീവിച്ചു, അഭിമാനത്തോടെ ജീവിച്ചു, സകല സൗകര്യങ്ങളും എനിക്ക് കൈവന്നിരുന്നു. ഇതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായത്? സർവകാമൈ സംവിഭക്തഃ പൂജിതശ്ച യഥാ സുഖം. ധർത്തരാഷ്ട്രന്മാര്, ധൃതരാഷ്ട്രന്റെ മക്കള്, ദുര്യോധനാദികള് എന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ അവര് സാധിച്ചു തന്നുകൊണ്ടേയിരുന്നു. ഞാൻ വിചാരിച്ചാൽ മതി, എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്നോ പ്രവർത്തിക്കണമെന്നോ ഞാൻ ആഗ്രഹിച്ചാൽ മതി, പറയണമെന്ന് പോലുമില്ല. ഒന്നിനും ഒരു കുറവ് വരാതെ ആ ആഗ്രഹിച്ച കാര്യം ധർമ്മ്യമാണോ അധർമ്മ്യമാണോ, ശരിയാണോ തെറ്റാണോ, കിട്ടാൻ പ്രയാസമുള്ളതാണോ പ്രയാസമില്ലാത്തതാണോ എന്നൊന്നും ചിന്തിക്കാതെ അവർ വാരിക്കോയി ആ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കാൻ പാകത്തിന് വേണ്ടുന്നതെല്ലാം ചൊരിഞ്ഞ് അവരെന്നെ സുഖത്തോടുകൂടി ഇത്രയും കാലം സംരക്ഷിച്ചു. ഒന്നിനൊരു കുറവുണ്ടായില്ല. അങ്ങനെ ഇരിക്കവേ ഇത്രയും കാലം അവരുടെ എല്ലാ സ്നേഹത്തിനും പൂജയ്ക്കും പാത്രീഭൂതനായി കഴിഞ്ഞ ഞാൻ അഹം വൈധാർത്ഥ രാഷ്ട്രാണാം കുര്യാം തദഫലം കഥം. അങ്ങനെയുള്ള ഞാൻ ഇപ്പോ ഒരു നിർണായകമായ മുഹൂർത്തം വന്നിരിക്കുമ്പോ അവരുടെ ആ സങ്കല്പങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ എങ്ങനെ ഞാൻ തിരസ്കരിക്കും, എങ്ങനെ ഞാൻ തച്ചുടയ്ക്കും? അതൊരിക്കലും എനിക്ക് ചെയ്യാൻ സാധ്യമല്ല.
അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും തയ്യാറാവുകയുമില്ല. എന്നിലാണ് അവർ എല്ലാ വിശ്വാസങ്ങളും അർപ്പിച്ചിരിക്കുന്നത്. കർണന് നന്നായി അറിയാം. കർണന് ഇതാ തുറന്നു പറയാണ്, അർജുനന് പറ്റിയ എതിരാളിയായിട്ട് ദുര്യോധനൻ കണ്ടുവച്ചിരിക്കുന്നത് തന്നെയാണ്. വേറൊരാളില്ല കൗരവപക്ഷത്ത്. ഭീഷ്മനുണ്ട്, ദ്രോണനുണ്ട്. അവർ അർജുനനെ ഹിംസിക്കുകയില്ല. പാണ്ഡവന്മാരെ ആരെയും അവർ കൊല്ലുകയില്ല. അത് ചെയ്യാൻ ഉള്ള കരുത്തും മനസ്സുമുള്ളത് ഞാൻ മാത്രമാണ് എന്ന് ദുര്യോധനൻ അറിയാം. അതുകൊണ്ട് അവരെല്ലാവരും ആ വിശ്വാസം എന്നിൽ ചൊരിഞ്ഞിരിക്കുന്നു. അതിനെ ഞാൻ എങ്ങനെ ഉടച്ചുകളയും, തകർത്തുകളയും? അത് സാധ്യമല്ല. ഉപനഹ്യപരൈർവൈരം ഏമാം നിത്യമുപാസതേ. അവർക്ക് അനിഷ്ടകാരികളെന്ന് തോന്നിയ ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ മുന്നില് കരുത്തോടുകൂടിയിട്ട് അവരെ എതിർക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ് കൗരവന്മാരെല്ലാവരും. അതിനു വേണ്ടിയിട്ട് അവർ കണ്ടിരിക്കുന്നത് എന്നെയാണ്. അതുകൊണ്ട് അവർ എന്തു ചെയ്യുന്നു? എന്നെ നിരന്തരം അവർ ഉപാസിക്കുന്നു. ദുര്യോധനൻ ഹൃദയം നിറഞ്ഞ സ്നേഹം ചൊരിയുന്നത് കർണനിലാണ്. ബഹുമാനവും ചൊരിയുന്നത് കർണനിലാണ്, ഭീഷ്മരിലല്ല, ദ്രോണനിലല്ല. മുഴുവനും തന്റെ ജീവിതത്തിന്റെ ആശ്രയം ആയി കാണുന്നത് കർണനെയാണ്. ഇത് കർണന് നന്നായി അറിയാം. അതാണ് കർണൻ പറയുന്നത്, ശത്രുക്കളെയെല്ലാം വെല്ലുവിളിച്ച് അവർ എതിർത്ത് നിൽക്കുന്നത് എന്നെ കണ്ടിട്ടാണ്. അതുകൊണ്ട് അവർ എന്നെ പൂജിക്കുന്നു. നമസ്കുർവന്തി ച സദാ വസവോ വാസവം യഥ. എങ്ങനെയാണോ ദേവന്മാര് 33 കോടി ആളുകളും ദേവേന്ദ്രനെ നമസ്കരിക്കുന്നത്, ദേവേന്ദ്രനെ വന്ദിക്കുന്നത്, പൂജിക്കുന്നത്, ആദരിക്കുന്നത്, അതേ പ്രകാരത്തിൽ ഈ കൗരവന്മാരെല്ലാവരും എന്നെ ആദരിക്കുന്നു.